ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് വീണ്ടും ഒരു ട്യൂഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ പ്രാങ്ക് വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഓക്സിലറീസിൽ മോഡൽ ഓക്സിലറീസും പ്രൈമറി ഓക്സിലറീസ് ആയിരുന്നു അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രൈമറി ഓക്സിലറീസിൽ നമ്മൾ ഫുൾ പഠിച്ചിരുന്നു, ഡിഫൈൻ ചെയ്ത് എല്ലാം പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ മോഡൽ ഓക്സിലറീസിൽ റിമൈനിങ് കുറച്ചുണ്ടായിരുന്നു അല്ലേ. നമ്മൾ അന്ന് പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു റിമൈനിങ് ആയിട്ട് മോഡൽ ഓക്സിലറീസിൽ കുറച്ചുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ക്യാൻ, കുഡ്, മേ, മൈറ്റ് ഇതായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡൽ ഓക്സിലറീസിൽ പഠിച്ചിരുന്നത്. അപ്പോൾ മോഡൽ ഓക്സിലറീസിൽ തന്നെ ഇനിയും 5 എണ്ണം ബാക്കിയാണ് കേട്ടോ. അത് ഏതൊക്കെ വെച്ചാൽ മസ്റ്റ്, ഔട്ട്, നീഡ്, ഡയർ, യൂസ്ഡ് ടു. ഇതൊക്കെയാണ് ഇനി ഇത് പഠിക്കാനുള്ളത്, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കായി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷൻസ് വഴി എന്നോട് പറയാവുന്നതാണ്. നിങ്ങളുടെ എന്തൊക്കെയായാലും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ എന്നോട് അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തൊക്കെയായാലും ഞങ്ങൾക്കത് അറിയിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിങ്ങൾ ഓൾ പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് ഡൗട്ട്സോ എന്ത് ക്ലിയർ ആണെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് വഴി തന്നെ അറിയിക്കാം. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കേട്ടോ, ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്താലേ എൻ്റെ വീഡിയോസ് മറ്റുള്ളവർക്ക് സജഷൻസ് വഴി പോവുള്ളൂ. സോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏതാ വെച്ചാൽ മസ്റ്റ്, ഔട്ട്, നീഡ്, ഡയർ, യൂസ്ഡ് ടു. ഓക്കെ, അപ്പം നമ്മൾ മസ്റ്റ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് അതിനുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, മസ്റ്റ് എപ്പോഴാണ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള പോയിന്റ്സ്, അതൊരു 1 to 5 പോയിന്റ്സ് ഉണ്ട്. മസ്റ്റ് യൂസ് ചെയ്യേണ്ടത് എവിടേക്കാണ്, അല്ലെങ്കിൽ മസ്റ്റിന് പകരം എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു 5 പോയിന്റ്സ് ഉണ്ട്. അത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, സോ നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാ വെച്ചാൽ ഒരു ആവശ്യത്തെ, ഫസ്റ്റ് പോയിന്റ് ആട്ടോ, ആവശ്യം അല്ലെങ്കിൽ ഒരു നിർബന്ധം എന്നിവയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? മസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, ഒരു ആവശ്യത്തെയോ അല്ലെങ്കിൽ എന്താ പറയുക നിർബന്ധം പറയുവാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? യെസ്, നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യും. എക്സാമ്പിൾ നോക്കാം. വി മസ്റ്റ് സ്റ്റഡി വെൽ ഫോർ ബെറ്റർ റിസൾട്ട്. നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കണം അല്ലേ, അങ്ങനെ പറയും. അപ്പം എന്താണ്, നമ്മളൊരു നിർബന്ധം അല്ലെങ്കിൽ ഒരു ആവശ്യത്തിനെ കുറിച്ച് പറയുകയാണ് അല്ലേ. അപ്പം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് അവിടെ? യെസ്, നമ്മൾ മസ്റ്റ് യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വി മസ്റ്റ് സ്റ്റഡി വെൽ ഫോർ ബെറ്റർ റിസൾട്ട്. ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആവശ്യത്തെ അല്ലെങ്കിൽ ഒരു നിർബന്ധത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തിരിക്കണം? യെസ്, മസ്റ്റ് യൂസ് ചെയ്തിരിക്കണം. ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ, യു മസ്റ്റ് ടേക്ക് ടിക്കറ്റ് ടു ട്രാവൽ ഇൻ എ ട്രെയിൻ. ട്രാവൽ ചെയ്യണമെങ്കിൽ അല്ലേ, അതൊരു നിർബന്ധമാണ്. നമുക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അല്ലേ. അപ്പോൾ അതൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ നിർബന്ധമോ അല്ലെങ്കിൽ ആവശ്യത്തെയോ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? യെസ്, മസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം യു മസ്റ്റ് ടേക്ക് ടിക്കറ്റ് ടു ട്രാവൽ ഇൻ എ ട്രെയിൻ. അപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? യെസ്, മസ്റ്റ് യൂസ് ചെയ്തു. അപ്പോൾ ഒരു ആവശ്യമോ അല്ലെങ്കിൽ ഒരു നിർബന്ധമോ പറയുകയാണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്തിരിക്കണം? യെസ്, മസ്റ്റ് യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ്? ഒരു ആവശ്യമാണ് അല്ലേ പറഞ്ഞത്. നമ്മൾക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ ഇതൊരു ആവശ്യമാണ്, നമുക്കുള്ള ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ട്രെയിനിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കണം. അപ്പോൾ അത് നമുക്കൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, അത് നിർബന്ധമാണ്. അല്ലെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. മെനി എക്സാമ്പിൾസ് അത് ഐ ജസ്റ്റ് സെഡ് ഓൺലി 2 എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ നിങ്ങൾ ടിക്കറ്റ് എടുത്താലേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അവിടെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് അല്ലേ. ഓക്കെ, സോ സെക്കൻഡ് പോയിന്റ് ഇസ് ദാറ്റ്, ഫസ്റ്റ് പോയിന്റ് എന്താണ്? നിർബന്ധമായിട്ടുള്ളൊരു കാര്യമോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമോ പറയുകയാണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്തിരിക്കണം? യെസ്, നമ്മൾ മസ്റ്റ് യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ് ദാറ്റ് ഒരു കടമ അല്ലെങ്കിൽ ചുമതല എന്നിവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നു? യെസ്, മസ്റ്റ് യൂസ് ചെയ്യുന്നു. ഒരു കടമയെയോ അല്ലെങ്കിൽ ഒരു ചുമതല ഏറ്റെടുത്ത് അതിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കണം? യെസ്, അവിടെയൊക്കെ നമ്മൾ മസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ, വി മസ്റ്റ് ബിഹേവ് പൊളൈറ്റ്ലി. ഓക്കെ, വി മസ്റ്റ് ബിഹേവ് പൊളൈറ്റ്ലി.
അപ്പം നമ്മൾ ഒരാളോട് ബിഹേവ് ചെയ്യുമ്പോൾ അത് പൊളൈറ്റ്ലി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം എന്താ പറയുക, അത് നമ്മുടെ ഒരു കടമയാണ് അല്ലേ. ഒരാളോട് സംസാരിക്കുമ്പോൾ അത് നമ്മൾ പൊളൈറ്റ്നെസ് ആയി സംസാരിക്കണം, ഒരു ബഹുമാനത്തോടെ അല്ലെ റെസ്പെക്റ്റ്ഫുൾ പൊളൈറ്റ്ലി നമ്മൾ സംസാരിക്കണം, നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കണം. അത് നമ്മുടെ ഒരു കടമയാണ് അല്ലേ, ആണ്. അപ്പം ഒരു കടമയെയോ അല്ലെങ്കിൽ ഒരു ചുമതലയെയോ പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തിരിക്കണം? യെസ്, നമ്മൾ മസ്റ്റ് യൂസ് ചെയ്തിരിക്കണം. സോ നെക്സ്റ്റ് എക്സാമ്പിൾ, ആൻ എംപയർ മസ്റ്റ് ബി ഇംപാഷ്യൽ. ഓക്കെ, അപ്പം അതൊരു ചുമതലയാണ് അല്ലേ. അത് ഒരു എന്താ പറയുക, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അവരോട് പറയാം, അവർക്കൊരു ഇത് ചെയ്യാൻ കൊടുക്കും, ഒരു ചുമതല കൊടുക്കുവാണെങ്കിൽ നമ്മൾ അത് നല്ല രീതിയിൽ ചെയ്തു തീർക്കണം. അത് നമ്മുടെ ഒരു ചുമതലയാണ് അല്ലേ. നമുക്കൊരാൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ഡേറ്റിലോ അല്ലെങ്കിൽ കറക്റ്റായി കൊടുക്കണം. അത് നമ്മളുടെ ഒരു ചുമതലയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? യെസ്, നമ്മൾ മസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ആൻഡ് തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് തീർച്ച, ഉറപ്പ് എന്നിവയെ സൂചിപ്പിക്കാൻ നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒരു തീർച്ചയായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ എന്താ പറയുക, ഉറപ്പ്, ഇതിനൊക്കെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? യെസ്, മസ്റ്റ് യൂസ് ചെയ്യുന്നു. വി ക്യാൻ ലുക്ക് എക്സാമ്പിൾ. If this account is true, he must have killed himself. If his account is true. ഓക്കെ, അക്കൗണ്ട് ഈസ് ട്രൂ. അപ്പം നമ്മൾ എന്താ അവിടെ പറയുന്നത്? ഒരു ഉറപ്പ് കൊടുക്കുകയാണ് അല്ലേ, അങ്ങനെയാണെങ്കിൽ അല്ലേ. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു ഉറപ്പ് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയുക? ഇഫ് ദിസ് അക്കൗണ്ട് ഈസ് ട്രൂ, ഹി മസ്റ്റ് ഹാവ് കിൽഡ് ഹിംസെൽഫ്. സ്വന്തം മരിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അല്ലേ. സോ അപ്പം നമ്മൾ അവിടെ ഒരു ഉറപ്പാണ് നൽകുന്നത്. അപ്പം നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഹി മസ്റ്റ് നോട്ട് നോ ദ ട്രൂത്ത്. ഓക്കെ, അവിടെ എന്താണ്? ഒരു തീർച്ച ഉറപ്പില്ലാത്ത രീതിയിൽ, തീർച്ചയായിട്ടും ഉറപ്പില്ല എന്ന് പറയുമ്പോൾ എന്താ? ഹി മസ്റ്റ് നോട്ട് നോ ദ ട്രൂത്ത്. അവനക്ക് അതിൻ്റെ ട്രൂത്ത് അറിയില്ല, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അവനക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഒരു തീർച്ചയില്ല അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാം. 3 points പഠിച്ചോളൂ. ആൻഡ് ഫോർത്ത് പോയിന്റ് ഇസ് ദാറ്റ് എന്തെങ്കിലും ഒന്നിൽ നിന്നും വിലക്കുന്നതിനെയാണ് മസ്റ്റ് നോട്ട്. അപ്പം നമ്മൾ ഇനി മസ്റ്റ് നോട്ടാണ് നോക്കാൻ പോകുന്നത്. ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ വിലക്കുന്നതിനെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അവിടെ മസ്റ്റ് എന്ന് യൂസ് ചെയ്യില്ല, കാരണം അത് നമ്മൾ വിലക്കുവാണ് അല്ലേ. അപ്പം നമ്മൾ അവിടെ മസ്റ്റ് നോട്ട് എന്ന് യൂസ് ചെയ്യും. അത് നമ്മൾ എന്താ പറയുക, എതിർക്കുവാണ്, അത് വേണ്ട, അത് പറ്റില്ല എന്ന് നമ്മൾ ഇല്ല എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? യെസ്, നമ്മൾ മസ്റ്റ് നോട്ട് എന്ന് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോ ഐ വിൽ സേ സം എക്സാമ്പിൾസ്. നോൺ മെമ്പേഴ്സ് മസ്റ്റ് നോട്ട് എൻറ്റർ ദ ലൈബ്രറി. അറിയാത്ത ആൾക്കാർ വന്നാൽ ലൈബ്രറിയിലോട്ട് കയറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്താ പറയുന്നത്? നോൺ മെമ്പേഴ്സ്. അപ്പം ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കാര്യത്തിൽ നിന്ന് വിലക്കും. അപ്പോൾ അവർക്ക് കയറാൻ പറ്റുക, അപ്പം നമ്മൾ ആ ലൈബ്രറിയിൽ നിന്ന് അവർക്ക് കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ അവർക്ക് വിലക്കുവാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ വിലക്കുവാണ്. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാമ്പിൾ, ചിൽഡ്രൻ മസ്റ്റ് നോട്ട് സീ ദിസ് ഫിലിം. ഈ ഫിലിം കുട്ടികൾ കാണാൻ പാടില്ല. ഇറ്റ്സ് സംടൈംസ് വിൽ ബി ഹൊറർ ഫിലിം. ഓക്കെ, അപ്പം ഈ ഫിലിം കുട്ടികൾ കാണാൻ പാടില്ല എന്ന് നമ്മൾ അവരോട് എന്താ പറയുക പറയുവാണ്. അപ്പം നമ്മളത് കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ എതിർവാക്ക് പറയുവാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യും? യെസ്, മസ്റ്റ് നോട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഐ തിങ്ക് യു ഓൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മീ, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ഇസ് ദാറ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതില്ല. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വിലക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതില്ല. ആബ്സെൻസ് ഓഫ് ഒബ്ലിഗേഷൻ, അതിനാണ് പറയുക ആബ്സെൻസ് ഓഫ് ഒബ്ലിഗേഷൻ. ഓക്കെ, അത് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത് നീഡ് നോട്ട് ഓർ നീഡ് ഇൻറ്റ് എന്ന് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? നീഡ് നോട്ട് ഓർ നീഡ് ഇൻറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദ ബ്ലൈൻഡ് നീഡ് നോട്ട് ബൈ ടിക്കറ്റ് ഇൻ ദ ബസ്. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ടിക്കറ്റ് മേടിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് ചെയ്യേണ്ടതില്ല, നീഡ് നോട്ട്, അത് ചെയ്യേണ്ടതില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അവിടെ നമ്മൾ നീഡ് നോട്ട് ഓർ നീഡ് ഇൻ യൂസ് ചെയ്യും. ഓക്കെ, യു നീഡ് ഇൻ വോക്ക് ടു സ്കൂൾ, യു ക്യാൻ ടേക്ക് എ ബസ്. അപ്പം അവിടെ യൂസ് ചെയ്യുന്ന നീഡ് ഇൻ. യു നീഡ് ഇൻ വോക്ക് ടു സ്കൂൾ, നീ നടക്കേണ്ടതില്ല, നിനക്ക് ബസ്സിൽ വരാവുന്നതാണ് സ്കൂളിലോട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുക? യെസ്, മസ്റ്റ് യൂസ് ചെയ്യേണ്ട 5 points ആണ് ഇത്. ഓക്കെ, സോ വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് ടോപ്പിക്, ഔട്ട്. അതൊരു പോയിന്റ് ഉള്ളൂ, ഔട്ട്. അത് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ OUGHT ഔട്ട്. ആൻഡ് ഈ ഔട്ട് എന്ന് പറയുന്നത് ശരിക്കും ഷുഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഷുഡ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഷുഡിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഔട്ട് യൂസ് ചെയ്യേണ്ടത്. അത് രണ്ടും സമാനമാണ്. ഓക്കെ, സെയിം ആണ്.
അപ്പം എന്താ വെച്ചാൽ പ്രധാനമായും കടമയെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഔട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഷുഡൊക്കെ അങ്ങനെ അല്ല യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഷുഡ് യൂസ് ചെയ്യുന്ന സമാൻ തന്നെയാണ് നമ്മൾ ഔട്ട് യൂസ് ചെയ്യുക. എക്സാമ്പിൾ, ചിൽഡ്രൻ ഔട്ട് ഒബേ ദെയർ പാരൻസ്. ചിൽഡ്രൻ ഔട്ട് ഒബേ ദെയർ പാരൻസ്. ഇവിടെ എന്താ പറയുന്നത്? കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ ഒബേ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? യെസ്, ഔട്ട് യൂസ് ചെയ്തു. അവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കായിരുന്നു, ചിൽഡ്രൻ ഷുഡ് ഒബേ ദെയർ പാരൻസ്. ഷുഡ് യൂസ് ചെയ്യായിരുന്നു അല്ലേ? അപ്പം അത് ഷുഡിൻ്റെ അതേ എന്താ പറയുക, നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നതിന് പകരം തന്നെയാണ് നമ്മൾ ഔട്ട്, അല്ലെ ഔട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഷുഡും യൂസ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് യു ഓൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മീ. അപ്പം ഔട്ടും ഷുഡും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഔട്ടും ഷുഡും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിരിക്കുന്നു. അനദർ എക്സാമ്പിൾ, വി ഔട്ട് നോട്ട് ടു വയലേറ്റ് ദ റൂൾസ് ഓഫ് ട്രാഫിക്. ട്രാഫിക്കിൻ്റെ വയലൻസ് നമ്മൾ നീഡ് നോട്ട്, അത് എന്താ പറയുന്നത്, ഔട്ട് നോട്ട് ടു, അത് എന്താ പറയുക, നമ്മളെന്താ വയലേറ്റ് ചെയ്യരുത്, അവരുടെ റൂൾസ് ഒന്നും നമ്മൾ വയലേറ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. ഷുഡിന് പകരം ഔട്ട് യൂസ് ചെയ്യാം, അല്ല ഔട്ടിന് പകരം ഷുഡ് യൂസ് ചെയ്യാം. അത് രണ്ടും സമാനമാണ്. ഓക്കെ, ആൻഡ് തേർഡ് ടോപ്പിക് ഈസ് ദാറ്റ് നീഡ്. നീഡ് എന്ന് പറയുന്നത് 2 പോയിന്റ്സ് ഉള്ളൂ നീഡിന്. അതും ഈസിയാണ്. സോ നമുക്ക് നോക്കാം. ആവശ്യകതയെ സൂചിപ്പിക്കാൻ നീഡ് ഉപയോഗിക്കും. ഒരു ആവശ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളവിടെ എന്ത് യൂസ് ചെയ്യുന്നു? യെസ്, നീഡ് യൂസ് ചെയ്യുന്നു. ഒരു ആവശ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? നീഡ് യൂസ് ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിൾ, നീഡ് ഐ ബൈ ദിസ് ബുക്ക്. നീഡ് ഐ ബൈ ദിസ് ബുക്ക്, ഒരു ആവശ്യത്തെ നമ്മൾ ചോദിക്കുകയാണ്. നീഡ് ഐ ബൈ ദിസ് ബുക്ക്. ഓക്കെ, അപ്പം ഞാൻ ഈ ബുക്ക് വാങ്ങിക്കണം എന്നാണ് ചോദിക്കുന്നത്. നീഡ് ഐ ബൈ ദിസ് ബുക്ക്. അപ്പം നമ്മളൊരു ആവശ്യത്തെ ചോദിക്കുകയാണ്. ഓക്കെ, ആൻഡ് അനദർ എക്സാമ്പിൾ, അപ്പം നമ്മൾ എന്താ പറയുക? യെസ്, യു മസ്റ്റ്, ഓർ നോ യു നീഡ് ഇറ്റ്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പറയും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ റിപ്ലൈ കൊടുക്കുവാണെങ്കിൽ, നമ്മൾ നീഡ് ഐ ബൈ ദിസ് ബുക്ക് എന്ന് കൊടുക്കുവാണെങ്കിൽ, ഓക്കെ, നമ്മളതിന് ആൻസർ ഈ പറയുന്നത് എന്താ വെച്ചാൽ യെസ് യു മസ്റ്റ്. യെസ്, അത് വാങ്ങിക്കണം എന്നാണ് നമ്മൾ പറയും, യെസ് യു മസ്റ്റ്. അതർവൈസ് അത് വാങ്ങിക്കണ്ട എന്നാണ് നമ്മൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ നോ യു നീഡ് ഇറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ, നീഡ് ഐ റൈറ്റ് ടു ദം. ഞാൻ എഴുതി കൊടുക്കണോ? നീഡ് ഐ റൈറ്റ് ടു ദം, ഞാൻ അവർക്ക് എഴുതണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ് യു മസ്റ്റ്. സംടൈം യു വിൽ സേ യെസ് യു മസ്റ്റ്. ഇപ്പം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും യെസ് യു മസ്റ്റ് എന്ന് പറയും. അത് നമ്മൾ കൊടുക്കേണ്ട എന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നോ യു നീഡ് ഇറ്റ് എന്ന് പറയും. നോ യു നീഡ് ഇറ്റ്, അത് കൊടുക്കേണ്ട എന്ന് നമ്മൾ പറയും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് നീഡിൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആവശ്യകതയുടെ അഭാവം എന്ന് പറയുന്നത് നീഡ് നോട്ട് ഓർ നീഡ് ഇൻ. അത് നമ്മൾ പഠിച്ചു. എന്തിലും മേളിൽ നമ്മൾ പഠിച്ചു, മസ്റ്റിൽ നമ്മൾ പഠിച്ചില്ലേ, നീഡ് നോട്ട് നീഡ് ഇൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം ദ ബ്ലൈൻഡ് നീഡ് നോട്ട് ബൈ ദി ടിക്കറ്റ് ഫ്രം ദ ബസ്, അത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം ഈ നീഡിൽ അതും പറ്റും. നീഡ് നോട്ട് അത് നമ്മൾ ഫസ്റ്റ് പഠിച്ചല്ലോ, എങ്ങനെയാണ് നീഡ് നോട്ട് നീഡ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഇത്ര ഉള്ളൂ എന്താ? നീഡും ഇത്ര ഉള്ളൂ. അപ്പം നമ്മൾ മൂന്നെണ്ണം പഠിച്ചു, മസ്റ്റ്, ഔട്ട്, നീഡ്, ആൻഡ് 2 more is that dare and used to. Simple. Okay, and next one is that dare. ഡെയർ എന്ന് പറയുമ്പം നിർഭയത്വം സൂചിപ്പിക്കാനാണ് ഡെയർ ഉപയോഗിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഇത് ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് റെഗുലർ വേർബാണ്. ഓക്കെ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? യെസ്, ഡെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ പറയുന്നത് അവിടെ എന്താണ് നമ്മൾ പറയുന്നത്? റെഗുലർ വേർബാണ്. അതൊരു റെഗുലർ വേർബ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. He dares to face his enemies alone, or how dare you speak this way, how dare you speak this way എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെയർ യൂസ് ചെയ്യേണ്ടത്. അത് വൺ എക്സാമ്പിൾ, how dare he accuse me, how dare he accuse me എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് യൂസ് ചെയ്യേണ്ടത്? യെസ്, നമ്മൾ ഡെയർ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് മൈ ക്ലാസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഇസ് ദാറ്റ് യൂസ്ഡ് ടു ലാസ്റ്റ് വൺ. ഓക്കെ, ആൻഡ് യൂസ്ഡ് ടു എവിടേക്കാണ് വരേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്തിലെ സ്വഭാവം, പതിവ് എന്നിവയെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ്ഡ് ടു എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ കാലത്തിലെ സ്വഭാവം അല്ലെങ്കിൽ എന്താ പറയുക പതിവ്, ഈ കാര്യത്തെയൊക്കെ സൂചിപ്പിക്കുന്ന വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? യെസ്, യൂസ്ഡ് ടു യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ യൂസ്ഡ് ടു സൈക്കിൾ ടു ഓഫീസ് എവരി ഡേ. ഞാൻ എപ്പോഴും യൂസ്ഡ് ടു സൈക്കിൾ ടു ഓഫീസ്, ഞാൻ എപ്പോഴും ഓഫീസിലേക്ക് പോകുമ്പോൾ സൈക്കിളാണ് യൂസ് ചെയ്യാറ് എന്നാൽ നൗ ഐ ഡോണ്ട്. നമ്മൾ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ഐ യൂസ്ഡ് ടു സൈക്കിൾ ടു ഓഫീസ് എവരി ഡേ, ഞാൻ യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമൊക്കെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ സൈക്കിൾ യൂസ് ചെയ്തായിരുന്നു പോകുന്നേ എന്നാണ് അല്ലേ പറയുന്നത്. അപ്പം എന്താണ്, ഇപ്പം
നൗ ഐ ഡോണ്ട് എന്ന് പറയാം, അതാണ് അതിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, ഐ യൂസ്ഡ് ടു പ്ലേ ടെന്നീസ് വെൻ ഐ വാസ് ഇൻ ഇംഗ്ലണ്ട്. ഞാൻ ഇംഗ്ലണ്ടിലാവുമ്പോൾ ഞാൻ ടെന്നീസ് കളിക്കാറുണ്ടായിരുന്നു. ബട്ട് ഞാനിപ്പോൾ വയനാട്ടിലാണ്, സോ ഐ എം നോട്ട് പ്ലേയിങ് ടെന്നീസ്. ഓക്കെ, ഐ തിങ്ക് യു ഓൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പം ഞാൻ ഇംഗ്ലണ്ടിലാവുന്ന ടൈമിൽ ഞാൻ എന്ത് കളിക്കാറുണ്ടായിരുന്നു? ടെന്നീസ് കളിക്കാറുണ്ടായിരുന്നു. ബട്ട് നൗ ഐ എം നോട്ട് പ്ലേയിങ് ടെന്നീസ്. അപ്പോൾ അതാണ് അതിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് പണ്ട് നിലനിന്നിരുന്ന ഒന്നിനെ കുറിച്ച് പറയാൻ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നു. പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന ഒരു കാര്യത്തെ നമ്മൾ പറയുമ്പം അതിൽ നമ്മൾ യൂസ്ഡ് ടു എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ. എക്സാമ്പിൾ, ദേ യൂസ്ഡ് ടു ബി എ വെജിറ്റബിൾ ഷോപ്പ് അറ്റ് ദി സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിൽ ആദ്യമൊക്കെ ഒരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പം എന്താ അവിടെ പറയുന്നത്? ദേ യൂസ്ഡ് ടു ബി അല്ലേ, ആദ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ വെജിറ്റബിൾ ഷോപ്പ്. ഈ സ്ട്രീറ്റിൽ ആദ്യം ഒരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ടായിരുന്നു, ബട്ട് നൗ ഇറ്റ്സ് നോട്ട് ദർ. Okay, you all can understand me, I think. And next example, there used to be a milk vendor in this area. Okay, ഈ ഏരിയയിൽ മിൽക്ക് വെണ്ടർ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് പറയാം. ബട്ട് നൗ ഇറ്റ്സ് നോട്ട് ദ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളപ്പം എന്ത് കഴിഞ്ഞിരിക്കുകയാണ്? ഓക്സിലറീസിൽ നമ്മൾ പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും ഫിനിഷായി. ഓക്കെ, സോ സിമ്പിൾ ആണല്ലോ അല്ലേ, ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പം ഇനി എന്താ പറയുക, ഒരു കാര്യം, പൊതുവായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ മസ്റ്റിന് പകരം ഹാസ് ടു ഹാവ് ടു ഹാഡ് ടു. ഓക്കെ, മസ്റ്റിന് പകരം നമ്മൾ ഹാസ് ടു ഹാവ് ടു ഹാഡ് ടു എന്നിവ സാന്ദർഭികമായി ഉപയോഗിക്കുന്നതാണ്. ഈ മസ്റ്റിന് പകരം നമ്മൾ ഹാസ് ടു ഹാവ് ടു ഹാഡ് ടു ഉപയോഗിക്കാം. ഐ മസ്റ്റ് ഗോ എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഐ ഹാവ് ടു ഗോ. ദെൻ ഹി മസ്റ്റ് ഗോ, ഹി ഹാസ് ടു ഗോ, ഇങ്ങനെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഹാഡ് ടു ഇസ് ദ പാസ്റ്റ് ഇക്വലന്റ് ഓഫ് മസ്റ്റ്. പിന്നെ മസ്റ്റിന്റെ ഇക്വലന്റ് ആണ്, പാസ്റ്റ് ഇക്വലന്റ് ആണ് എന്ത്? ഹാഡ് ടു ഇസ് ദ പാസ്റ്റ് ഇക്വലന്റ് ഓഫ് മസ്റ്റ്. ഓക്കെ, ഹാഡ് ടു എന്നുള്ള പാസ്റ്റ് ഇക്വലന്റ് ആണ് മസ്റ്റിന്റെ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ഇത്രയും നിങ്ങൾക്ക് പ്രൈമറി ഓക്സിലറീസിലും മോഡൽ ഓക്സിലറീസിലും നല്ല മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഡൗട്ട്സോ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നാണ്. ഐ വിൽ ഗീവ് റിപ്ലൈ, സോ ഇറ്റ് ഷുവർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഓരോ ക്ലാസ് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ, എന്നാലും നിങ്ങൾക്ക് ഞാൻ ഓരോ പാർട്ടായി എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ വേർബും മസ്റ്റും അതൊക്കെ പറയുന്നുണ്ടല്ലേ, അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാലും നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാണ് അത് പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ. Okay, so I hope you all enjoyed my video and you all understand my video. So that's all. So if anyone is there to subscribe to my channel, please subscribe to my channel and please hit the bell icon to enable. Then you will get my all videos as notification. Okay, so then please like and share and comment. If you have any doubt means you can comment down in my comment box. So that's all. So see you next video. Till that, bye bye.